ചിൽഡ്രൻ, കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു പഠിച്ചത്? ആരെങ്കിലും ഒരാൾ പറയൂ, എന്തായിരുന്നു പഠിച്ചത്? പറഞ്ഞോളൂ, ഉറക്കെ പറഞ്ഞോളൂ. എന്താ പഠിച്ചത്? ഓക്കെ, വെരി ഗുഡ്. കേരളീയരുടെ ദേശീയ ഉത്സവമായ ഓണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചത് അല്ലേ? നിങ്ങൾക്കെല്ലാവർക്കും യാത്ര പോകാൻ ഇഷ്ടമാണോ? എല്ലാവർക്കും ഇഷ്ടമാണോ? ഇഷ്ടമാണ് അല്ലേ? നമ്മൾ യാത്ര പോകുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലൊരു ലക്ഷ്യം ഉണ്ടായിരിക്കും അല്ലേ? അല്ലാതെ നമ്മൾ വെറുതെ ഇങ്ങനെ യാത്ര പോവുകയാണോ ചെയ്യുന്നത്? ഇപ്പം നിങ്ങൾ ടൂറ് പോവാം, നിങ്ങളങ്ങ് വീട്ടിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോവുകയാണോ ചെയ്യുന്നത്? അല്ല, നമ്മൾ കാണാൻ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് കൃത്യമായ ഒരു രൂപം നമ്മൾ ഉണ്ടാക്കിയെടുക്കും അല്ലേ? ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോവുക. അതേപോലെ തന്നെ പോകുന്ന സമയത്ത്, നമ്മൾ യാത്ര പോകുന്ന സമയത്ത് നമ്മൾ പല രീതിയിൽ യാത്ര പറയും അല്ലേ? അങ്ങനെയല്ലേ? അല്ലാതെ നിങ്ങൾ ആരോടും മിണ്ടാതെ വീട്ടിൽ നിന്ന് ഇപ്പം നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ആരോടും മിണ്ടാതെ നിങ്ങളങ്ങ് പോവുകയാണോ ചെയ്യുന്നത്? അല്ല, നിങ്ങൾ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞതിന് ശേഷമാണ് പോവുക അല്ലേ? അടുത്തതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് വിവിധ രീതിയിലുള്ള യാത്ര പറയലുകളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്യൂ, പേജ് നമ്പർ 15 എടുക്കൂ. ഓക്കെ, റീഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കുക. പാഠം 4, യാത്ര പറയൽ. എന്നാൽ ഞാൻ വരട്ടെ, എന്നാൽ ഞാൻ പിന്നെ വരാം, എന്നാലോ ഞാൻ പോണില്ല, നമുക്ക് കാണാം, എന്നാൽ പിന്നെ കാണാം, അടുത്തു കാണാം, എന്നാൽ ഞാൻ നടക്കട്ടെ, എന്നാൽ ഇനി താമസിക്കണില്ല, എന്നാൽ ഇനി വൈകിക്കണില്ല, ഞാൻ ഇറങ്ങട്ടെ, എന്നാൽ ശരി, ഇനി നിൽക്കണില്ല, എന്നാൽ പറഞ്ഞ പോലെ, എന്നാൽ അങ്ങനെയാവട്ടെ, എന്നാലിപ്പോൾ യാത്രയില്ല എന്നും മറ്റുമാണ് നാം പറയാറ്. ചുരുക്കം ചിലരെ ഞാൻ പോട്ടെ, ഞാൻ പോണു, ഞാൻ ഇറങ്ങുന്നു എന്ന് നേരെ അങ്ങ് വെട്ടിത്തുറന്നു പറയാറുള്ളൂ. അങ്ങനെ പറയുന്നത് അറിവില്ലായ്മയാണ്, അവിവേകമാണ്, അല്ലെങ്കിൽ വിനയമില്ലായ്മയാണ്. വന്ന കാര്യം കഴിഞ്ഞാൽ ഒന്നും പറയാതിറങ്ങി പോകുന്നവരുമുണ്ട്. ഒരു മര്യാദയുമില്ലാത്തവർ, അല്ലെങ്കിൽ മര്യാദ അറിയാത്തവർ, ഓക്കെ ടാറ്റ ബൈ ബൈ സമ്പ്രദായക്കാരും ഉണ്ടെന്ന്. കുറച്ചധികം പഴമയും മേല് കീഴ് വിചാരമുള്ളവർ ഏതെങ്കിലും നിലയിൽ തങ്ങളെക്കാൾ മേലെയുള്ളവരോട് യാത്ര ചോദിക്കുന്നത് എന്നാൽ ഞാൻ ഇങ്ങോട്ട് നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ടോ ചോദിച്ചിട്ടോ ആണ്. ഒതുങ്ങി നിന്ന് വാക്കയ്യും പൊത്തി വളരെ പേടിച്ചു മടിച്ച് നേരിയ സ്വരത്തിൽ അടിയൻ വിട കൊള്ളട്ടെ എന്ന അടിമവാചകക്കാർ ഇന്നധികമില്ല. കൈ കൂപ്പിക്കൊണ്ട് യാത്ര പറയുന്നവരുണ്ട്, കൈവീശി യാത്ര പറയുന്നവരുണ്ട്, തല കുനിച്ച് യാത്ര പറയുന്നവരുണ്ട്, എഴുന്നേറ്റ് എന്നാൽ എന്ന് മുഴുവൻ പറയാതെ നിർത്തി ആതിഥേയൻ്റെ മുഖത്ത് നോക്കി അരനിമിഷം നിന്ന് മെല്ലെ അങ്ങ് അല്ലെങ്കിൽ വേഗം ഇറങ്ങി നടക്കുന്ന സമ്പ്രദായക്കാരുമുണ്ട്. ഈ വകയൊന്നും കൂടാതെ വായ കൊണ്ട് മാത്രം യാത്ര പറയുന്നവരുമുണ്ട്. രാത്രി യാത്ര പറയരുതത്രേ. നല്ല വഴിയും വഴിവിളക്കും വാഹനവുമില്ലാതിരുന്ന പണ്ടുകാലത്ത് രാത്രി സമയങ്ങളിൽ യാത്ര അപകടമാണെന്നതിനാൽ നിവൃത്തിയുണ്ടെങ്കിൽ അരുത് എന്ന വിലക്കിൽ നിന്നായിരിക്കണം ഈ വിലക്കുണ്ടായത്. അല്ലെങ്കിൽ അത്രയ്ക്കടിയന്തിരമായ കാര്യത്തിനല്ലാതെ ആരും രാത്രി യാത്രയാകില്ലെന്നതിനാൽ അത്ര ബന്ധപ്പെട്ടിറങ്ങുമ്പോൾ യാത്ര പറയുക തുടങ്ങിയ മര്യാദകൾക്കൊന്നും സമയം കളയരുത് എന്നുള്ളത് കൊണ്ടാകാം. യാത്രയാക്കുന്നതും പലതരത്തിലാണ്. ചിലർ ഇരുന്നിടത്തിരുന്നു കൊണ്ട് തന്നെ യാത്രയാക്കും. ഗമ കൊണ്ടാകാം, അതിഥി നിസ്സാര ആകയാലാകാം, കീഴാളൻ ആകയാലാകാം.
എന്തായാലും രോഗശയ്യയിൽ കിടക്കുന്നവരൊഴിച്ച് ആരായാലും ഈ സമ്പ്രദായം നന്നല്ല. ചിലർ എഴുന്നേറ്റ് നിന്ന് യാത്രയാക്കും, ചിലർ പുറത്തു തട്ടി യാത്രയാക്കും, ചിലർ കൈ പിടിച്ചു കുലുക്കി യാത്രയാക്കും, ചിലർ തൊഴുതു നിന്നുകൊണ്ട് യാത്രയാക്കും, ചിലർ ഇത്തിരി ഒന്നൊപ്പം നടന്നു യാത്രയാക്കും, ചിലർ പടി വരെ അനുഗമിക്കും, ചിലർ അത്രയധികം വേണ്ടപ്പെട്ടവരാണെങ്കിൽ ഒപ്പം ചെന്ന് വാഹനത്തിൽ കയറ്റിയേ യാത്ര പറയും. അവരിൽ തന്നെ ചിലർ വാഹനം പോകുന്നതുവരെ നിൽക്കും. ഇരുമെയ്യാണെങ്കിലും ഒറ്റ കരളായവർ ഒരാളാണ് പോകുന്നതെങ്കിൽ മറ്റാൾ വാഹനം കണ്ണിൽ നിന്ന് മറയുന്നതുവരെ നിൽക്കുകയും നോക്കുകയും ചെയ്യും. അന്യോന്യം മറയുന്നതുവരെ കൈയാട്ടുകയും ചെയ്യും. പഴയ കാലത്ത് വെള്ളം കാണുന്നതുവരെ അനുഗമിക്കുക എന്നതായിരുന്നു സാധാരണ സമ്പ്രദായം. ചുരുക്കം ചിലർക്കേ അതും ചുരുക്കം സന്ദർഭങ്ങളിലെ യാത്ര പറയലും യാത്രയാക്കലും ഉള്ളിൽ തട്ടുകയുള്ളൂ. ബാക്കിയെല്ലാം വെറും നാടകമാണ്. ആയിക്കോട്ടെ, ആ നാടകം ആവശ്യമാണ് എന്ന് തന്നെയല്ല എല്ലാ യാത്ര പറയലും യാത്രയാക്കലും ഉള്ളിൽ തട്ടുന്ന മനുഷ്യൻ്റെ സ്ഥിതി എന്തായിരിക്കും? കണ്ണു നിറയാതെ, തൊണ്ട ഇടറാതെ എപ്പോഴെങ്കിലും എങ്ങോട്ടെങ്കിലും ഒന്ന് യാത്ര പോകാനോ ആരെയെങ്കിലും ഒന്ന് യാത്രയാക്കാനോ സാധിക്കുമോ? ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? യാത്രയെക്കുറിച്ച് അല്ലേ? നിങ്ങളുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് വിവിധ രീതിയിലുള്ള യാത്ര പറയലുകൾ അല്ലേ? നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താ പറയുക? ഞാൻ പോവുകയാണേന്ന് പറയും അല്ലേ? ചിലർ പോയി വരട്ടെ എന്ന് പറയും അല്ലേ? അന്ന് ഏതൊക്കെ രീതി? ഞാൻ വരട്ടെ, ഞാൻ പിന്നെ വരാം, എന്നാലോ ഞാൻ പോണില്ല, നമുക്ക് കാണാം, അടുത്ത് കാണാം, എന്നാൽ ഞാൻ നടക്കട്ടെ, എന്നാൽ ഞാൻ താമസിക്കണില്ല. ഇങ്ങനെ പല രീതിയിലുള്ള യാത്ര പറയലുകളാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ നേരെ വെട്ടിത്തുറന്നങ്ങ് പറയുന്നവരുണ്ട്. മനസ്സിലൊന്നും വെക്കാതെ വെട്ടിത്തുറന്ന് പറയുന്നവർ അവരുണ്ട്. ഞാൻ പോണു എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് നമ്മുടെ ഒരു മര്യാദ ഇല്ലാത്തല്ലേ? ഇപ്പം നിങ്ങൾ എന്നാ ഞാൻ പോണു എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് നോക്കൂ, അവിടെ എന്താണ് ഒരു മര്യാദ ഇല്ല അല്ലേ? അപ്പം ഞാൻ പോയി വരട്ടെ നല്ല രീതിയിൽ പറയുന്ന സമയത്ത് എന്താണ് നമുക്ക് ഒരു വിനയം അവിടെ കാണാം. അപ്പം ആദ്യത്തെ പാരഗ്രാഫിൽ എന്താണ്? യാത്ര പറയൽ. പിന്നെ എന്താ പറഞ്ഞത്? അന്ന കാര്യം കഴിഞ്ഞാൽ ഒന്നും പറയാതെ തിരിച്ചു പോകുന്നവരുമുണ്ട് അല്ലേ? അവരൊരു മര്യാദ ഇല്ലാത്തവരാണ്. അന്ന് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ നമുക്കൊരാൾ എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് താങ്ക്സ് പറയും അതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ്? ഒരു മര്യാദ ഇല്ലാത്തവരാണ്. അത്തരത്തിലുള്ള ആളുകളുണ്ട്. ചിലരുണ്ട് ഓക്കെ ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞ് പോകുന്നവരും ഉണ്ട് അല്ലേ? പിന്നെ പണ്ട് കാലത്ത് പഴമക്കാരിൽ ഏറ്റവും താഴ ജാതിയിൽ നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? മേൽജാതിയിലുള്ള അല്ലെ ഉന്നതിയിലുള്ള അല്ലെങ്കിൽ ഉയർന്ന ജാതിയിലുള്ള ആളുകൾ പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നോക്കൂ നിങ്ങൾ. എന്നാൽ ഞാനിങ്ങോട്ട് നിൽക്കട്ടെ എന്ന് പറഞ്ഞോ ചോദിച്ചിട്ടോ ആണ് ഒതുങ്ങി നിന്ന് അങ്ങനെ വാക്കയും പൊത്തിയിട്ടാണ് അടിയാൻ വിടള്ളട്ടെ എന്ന് ചോദിക്കുക പഴമക്കാർ. ഇന്ന് അത്തരത്തിലുള്ള ആളുകൾ ഇല്ല എന്നാണ് പറയുന്നത്. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ഒച്ചാനിച്ച് നിൽക്കുമോ, തല കുനിച്ച് ഇങ്ങനെ നിന്ന് കൊടുക്കുമോ അല്ലേ? ഇല്ല അല്ലേ? പിന്നെ അടുത്തതായിട്ട് പലതരം യാത്ര പറയുന്ന രീതികൾ. ചിലർ കൈകൂട്ടി എന്നാ ശരി ഇങ്ങനെ പറയും അല്ലേ? ചിലരെന്ത് ചെയ്യും? കൈവീശി ഇങ്ങനെ യാത്ര പറയും. ചിലരിങ്ങനെ തല കുനിച്ചിട്ട് യാത്ര പറയും അല്ലേ? ചിലരെന്ത് ചെയ്യും? എഴുന്നേറ്റ് എന്നാൽ എന്ന് മുഴുവൻ പറയാതെ നിർത്തി ആതിഥേയൻ്റെ മുഖത്ത് നോക്കി അരനിമിഷം നിന്ന് മെല്ലെ അങ്ങ് അല്ലെങ്കിൽ വേഗം ഇറങ്ങി നടക്കുന്ന സമ്പ്രദായക്കാരുണ്ട്. എന്നാലെന്ന് പറഞ്ഞിങ്ങനെ മുഖത്ത് ദയനീയ ഭാവത്തിൽ നോക്കും, ഇത്തിരി നേരം അവിടെ നിന്നിട്ട് ഇറങ്ങിപ്പോകുന്ന ആളുകളുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറയുന്നത് പണ്ട് കാലത്തുള്ളവർ വിശ്വസിച്ചിരുന്നത് രാത്രിയുള്ള യാത്ര പാടില്ല. എന്തുകൊണ്ടാണ് രാത്രിയുള്ള യാത്ര പാടില്ല എന്ന് പറയുന്നത്? പണ്ട് കാലത്ത് ഇന്നത്തെ പോലെ വഴിവിളക്കുകൾ ലൈറ്റുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അങ്ങനെ പോകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ആപത്ത് സംഭവിക്കും.
അത്രയും അടിയന്തിരമായ അത്രയും പ്രധാനപ്പെട്ട എന്തേ ആവശ്യങ്ങൾക്ക് മാത്രമാണ് പുറത്തു പോവുക. അതുകൊണ്ടായിരിക്കാം രാത്രി യാത്ര പോവരുത് എന്ന വിലക്കുണ്ടായത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് വിവിധ തരം യാത്രയാക്കൽ. നമ്മളുടെ വീട്ടിൽ വന്ന ആൾ പോകുന്ന സമയത്ത് നമ്മൾ വിവിധ രീതിയിൽ യാത്ര അയക്കും അല്ലേ? അത് ഏതൊക്കെയാണ്? ചിലർ ഇരുന്നിടത്തിരുന്നു കൊണ്ട് തന്നെ യാത്ര അയക്കുമ്പോൾ ഇപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ആരെയും പോകുന്ന സമയത്ത് നമ്മൾ ഇരുന്നിടത്ത് തന്നെ ഇരുന്നു കൊണ്ട് യാത്ര അയക്കും. പക്ഷെ അത് നല്ലതല്ല അല്ലേ? പിന്നെ എന്ത് ചെയ്യും? ചിലർ എഴുന്നേറ്റ് നിന്ന് യാത്ര അയക്കും. ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് യാത്ര അയക്കും. ചിലർ പുറത്ത് തട്ടി, എന്നാൽ ശരി ഇങ്ങനെ പുറത്ത് തട്ടില്ലേ നമ്മൾ, അതേപോലെ തന്നെ യാത്രയാക്കും. ചിലർ കൈ പിടിച്ച് കുലുക്കി യാത്ര അയക്കും. ഷേക്ക് ഹാൻഡ് കൊടുക്കില്ലേ, ആ കൈ പിടിച്ച് കുലുക്കിയിട്ടാണ് യാത്രയാക്കുക. ചിലർ തൊഴുതു നിന്നുകൊണ്ട് യാത്രയാക്കും. ചിലർ ഇത്തിരി ഒന്നൊപ്പം നടന്ന് യാത്രയാക്കും. ചിലരെന്ത് ചെയ്യും? വീട്ടുമുറ്റത്തിൻ്റെ ഇത്തിരി കൂടി ഒന്ന് നടന്നിട്ട് യാത്ര അയക്കും. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണെങ്കിൽ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരെ വണ്ടിയുടെ അടുത്ത് പോയിട്ട് വണ്ടിയിൽ കയറ്റി കൊടുക്കും. എന്നിട്ട് അവരെന്താണ്, അവർ പോകുന്ന വാഹനം അങ്ങനെ കടന്നു പോയി ദൂരെ എത്തുന്നത് വരെ നോക്കി നിൽക്കും. അങ്ങനെ നോക്കി നിൽക്കുക എങ്ങനെയുള്ള ആളുകളെയാണ്? ഇരുമെയ്യാണെങ്കിലും ഒറ്റ കരള് അല്ലേ? രണ്ട് ശരീരമാണെങ്കിലും മനസ്സ് ഒരേപോലെയുള്ള ആളുകൾ പരസ്പരം യാത്രയാക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന പറയുന്നത്? പോകുന്ന ആള് ദൂരെ എത്തുന്നത് വരെ നോക്കി നിൽക്കും. പിന്നെയോ പഴയ കാലത്ത് വെള്ളം കാണുന്നത് വരെ അനുഗമിക്കുക എന്നതായിരുന്നു സാധാരണ സമ്പ്രദായം. പണ്ട് കാലത്ത് ഇന്നത്തെ പോലെ വാഹനങ്ങളൊന്നും ഇല്ലായിരുന്നു. കടവ് കടന്നിട്ട് തോണിയിലാണ് പോവുക. ഓക്കെ, അപ്പം എന്താണ്, കടവ് വരെ കൂടെ പോകുന്നവരും ഉണ്ട്. എന്താണ്, ഇപ്പം ചുരുക്കം ചിലർക്ക് മാത്രമേ മനസ്സിൽ തട്ടിയുള്ള യാത്രയാക്കൽ ഉള്ളൂ. ബാക്കിയുള്ളവരെന്താണ്, ചിലരൊക്കെ നടിക്കുകയാണ് ചെയ്യുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ പോവുക, അല്ലെങ്കിൽ നമ്മൾ പ്രിയപ്പെട്ടവരെ ഉപേക്ഷിച്ച് വേറെ എവിടെയും പോവുക എന്നുള്ള സമയത്ത് നമുക്ക് തൊണ്ട ഇടറാതെ അല്ലേ, അവരോട് യാത്ര പറയുമ്പോൾ സങ്കടം വരും അല്ലേ? അതേപോലെ തന്നെ കണ്ണ് നിറയാതെ നമുക്ക് യാത്ര അയക്കാൻ പറ്റുമോ അല്ലേ? നിങ്ങൾക്ക് യാത്ര പോകാൻ പറ്റുമോ? ഇല്ല അല്ലേ? നമുക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണെങ്കിൽ നമുക്ക് എന്തുണ്ടാവും? സങ്കടം ഉണ്ടാവും. നമ്മൾ പോവുകയാണെങ്കിലും അവർ പോവുകയാണെങ്കിലും നമുക്ക് എന്തുണ്ടാവും? സങ്കടം ഉണ്ടാവും. ഇതാണ് ഈ പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് പല രീതിയിലുള്ള യാത്ര പറയലുകളെ കുറിച്ചാണ് ആദ്യത്തെ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് അല്ലേ? പിന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ യാത്ര പറയുന്നത് എങ്ങനെയാണെന്ന് അടുത്ത പാരഗ്രാഫിൽ. പിന്നെ അടുത്തത് പലതരം യാത്ര പറയലുകൾ. പിന്നെ അടുത്തതായിട്ട് പഠിച്ചത് രാത്രി യാത്രാ നിരോധനം, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. പിന്നെ വിവിധ തരം യാത്ര അയക്കലുകൾ. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത്. ഇത് കുഞ്ഞുണ്ണി മാഷും കുട്ടികളും അതിൽ നിന്നെടുത്ത ഭാഗമാണ്. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക? ചാപ്റ്റർ നന്നായിട്ട് റീഡ് ചെയ്യുക.